Hello friends, welcome to Nursing for Life. Welcome my friends. It's time for learning. Thank you for watching. Please subscribe my channel. പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം. എങ്ങോട്ടാ? നേഴ്സിംഗ് ഫോർ ലൈഫ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ചാനലാണ് കേട്ടോ. ഞാൻ എന്താണോ പഠിക്കുന്നത് അത് എല്ലാവർക്കും കുറച്ച് ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞ് ജസ്റ്റ് തുടങ്ങിയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താ? നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തോ കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ക്വിക്കർ ദാൻ അതർ സിസ്റ്റം. വേറെ ഏതൊരു സിസ്റ്റത്തെക്കാളും ക്വിക്കറായിട്ട് നമ്മുടെ ഓൾ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? നെർവസ് സിസ്റ്റമാണ്. ഒരു കൺട്രോൾ സിസ്റ്റം ഇൻ ദ ബോഡിയാണ്. ഒരു കൺട്രോൾ സിസ്റ്റം ഇൻ ദ ബോഡി. ഇറ്റ് ഈസ് കോർഡിനേറ്റ് ആക്ഷൻ ആൻഡ് സെൻസറി ഇൻഫർമേഷൻ ബൈ ട്രാൻസിറ്റിംഗ് സിഗ്നൽ ടു ആൻഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇറ്റ്സ് ബോഡി. ഒരു നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കോർഡിനേഷൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന എന്താണ്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്താണ്? കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ക്വിക്കർ ദാൻ അതർ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം ഇൻ ദ ബോഡിയാണ്. ഇറ്റ് കോർഡിനേറ്റ് ആക്ഷൻ ആൻഡ് സെൻസറി ഇൻഫർമേഷൻ ബൈ ട്രാൻസിറ്റിംഗ് സിഗ്നൽ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയാണ്. ഡിവിഷൻ ഓഫ് നെർവസ് സിസ്റ്റം, CNS ആൻഡ് PNS. നെർവസ് സിസ്റ്റത്തിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഒന്നും, അടുത്തത് എന്താ? പെരിഫറൽ നെർവസ് സിസ്റ്റം ഒന്നും. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഒന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം ഒന്നും. നമുക്ക് നോക്കാം. നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, അടുത്തത് എന്താ? പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ, സ്പൈനൽ കോഡ്. നമുക്ക് സെൻട്രൽ എന്തൊക്കെയുണ്ട്? നടുക്കായിട്ട് എന്താ വരുന്നതെന്ന് നോക്കിയേ, ബ്രെയിനും സ്പൈനൽ കോഡും. അത്രയും മാത്രമേ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നുള്ളൂ. പക്ഷെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാം. എന്താ? ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഒന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഒന്നും. എന്തൊക്കെയാ? ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ഇന്റേണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗൻ ആൻഡ് ഗ്ലാൻഡ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസും ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഓട്ടോണമിക് ആണ്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ എക്സ്റ്റേണൽ ആക്ഷൻ ഓഫ് സ്കിൻ ആൻഡ് മസിൽസ്. ഓക്കെ, അടുത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് അറോസിംഗ് ആണ്, പാരാസിമ്പത്തറ്റിക് കോമിംഗ് ആണ്. സിമ്പത്തറ്റിക് വന്നിട്ട് സിമ്പത്തറ്റിക്കിലാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നതിനെയാണ് സിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക്കിൽ വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായി, നമുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണോ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന എന്താണ്? ഇത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. പാരാസിമ്പത്തറ്റിക് ഡയജക്ഷൻ, റെസ്റ്റ് ആൻഡ് ഡയജക്ഷൻ എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുക അത് സിമ്പത്തറ്റിക്കിലാണ്. റെസ്റ്റ് ആൻഡ് ഡയജക്ഷൻ എന്ന് പറഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് ആണ്. ഇത് എപ്പോഴും മനസ്സിൽ നമുക്ക് ഓർമ്മ വേണം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സിമ്പത്തറ്റിക്കിൽ വന്നിട്ട് എന്താണ്? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. അടുത്തത് വന്ന് പാരാസിമ്പത്തറ്റിക് വന്നിട്ട് കാമിങ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ഡയജക്ഷൻ വരുന്നത് പാരാസിമ്പത്തറ്റിക്കിലാണ്. എഫറിന് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. എഫറിന് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തോട്ട് വരുന്നത്. അപ്പൊ മോട്ടോർ റെസ്പോൺസിനെ എഫറന്റ് എന്ന് പറയും, സെൻസറി റെസ്പോൺസിനെ നമ്മൾ അഫറന്റ് എന്ന് പറയും. എഫറന്റ് എന്ന് എക്സിറ്റ് ചെയ്യുക, അഫറന്റ് എന്ന് നമ്മൾ അകത്തോട്ട് എടുക്കുക.
മോട്ടോർ റെസ്പോൺസ് എപ്പോഴും നമുക്ക് പുറത്തോട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യം വരുന്നുണ്ട്, നമുക്കൊരു സാധനം എടുക്കണം. അപ്പം ബ്രെയിനിൽ നിന്ന് നമ്മുടെ ഇത് മെസ്സേജ് താഴോട്ട് പോവുകയാണ്, നമുക്കൊരു ആപ്പിൾ എടുക്കണമെന്ന്. മനസ്സിലായോ? നമ്മുടെ കയ്യിലൊരു മുള്ളുണ്ട്, അപ്പൊ അത് എക്സിറ്റ് ചെയ്യുന്നത്, ഇത് എഫറന്റ് നമുക്ക് എക്സിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആപ്പിൾ എടുക്കണമെന്ന് നമുക്ക് ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ കൈക്ക് കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ കയ്യിലൊരു മുള്ളുണ്ട്, അപ്പൊ നമുക്ക് പെയിൻ ഉണ്ടായി. അത് അഫറന്റ് ആണ്, അകത്തോട്ട് വരും. നമ്മുടെ കയ്യിൽ അവിടെ നമുക്ക് എന്ത് അഫക്റ്റഡ് ഓർഗൻസിൽ നമ്മുടെ കൈ തട്ടി, നമ്മുടെ കൈ മുറിഞ്ഞു, വേദന എടുത്തു, അത് നേരെ ബ്രെയിനിൽ വന്നിരിക്കുകയാണ്, നമുക്ക് പെയിൻ വന്നത്. അതിനെയാണ് അഫറന്റ് എന്ന് പറഞ്ഞത്. അഫറന്റ് മനസ്സിലായോ? സെൻസറി റെസ്പോൺസ് എപ്പോഴും അഫറന്റ് ആയിരിക്കും, മോട്ടോർ റെസ്പോൺസ് അഫറന്റ് ആയിരിക്കും. ഇതാ നോക്കിക്കോ, അതിന്റെ താഴോട്ട് നോക്കിയാൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റം, എഫറന്റ് ഡിവിഷൻ എന്നൊരു സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, എക്സ്റ്റേണൽ ആയിട്ട് വരുന്നതാണ് സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നമുക്ക് മസിൽ, അതൊക്കെ വരുന്നതാണ് സൊമാറ്റിക്കും. ഓട്ടോണമിക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിൽ വരുന്നതാണ്. അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം വന്നിട്ട് മോട്ടോർ ന്യൂറോൺ, സ്കെലിറ്റൽ മസിൽസ്. ഓക്കെ, അടുത്ത് മോട്ടോർ ന്യൂറോൺ, സ്കെലിറ്റൽ മസിൽ, എഫക്റ്റഡ് ഓർഗൻ. എഫറന്റ് എന്ന് പറയുമ്പോൾ അടുത്ത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, ഇന്റേണൽ ഓർഗൻസ് വന്നിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ്. സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷൻ, അറൗസിങ് ആണ്, നമ്മുടെ ഇത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസും. പാരാസിമ്പതറ്റിക് റെസ്റ്റ് ആൻഡ് ഡൈജഷൻ ആണ് വരുന്നത്. കാർഡിയക് മസിൽ, ഇതിൽ വന്നിട്ട് കാർഡിയക് മസിൽ ഉണ്ട്, ഗ്ലാൻസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആവും. ഇത് എഫക്റ്റഡ് ഓർഗൻസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ബില്യൺസ് ഓഫ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി ബ്രെയിനെയാണ് ന്യൂറോൺസ് എന്ന്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി കിഡ്നി ആർക്കെങ്കിലും അറിയാമോ? നെഫ്രോൺ. ഓക്കെ, നെഫ്രോൺ ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി കിഡ്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോന്നിനും ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂറോൺ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി ബ്രെയിൻ ആണ്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ, ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ന്യൂറോൺ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ബ്രെയിൻ. ദ സപ്പോർട്ടീവ് സ്ട്രക്ചർ ഓഫ് നെർവസ് ടിഷ്യൂ ഇസ് എ ന്യൂറോഗ്ലയൽ സെൽ. ഇതും ചോദിക്കും, നമ്മുടെ ബ്രെയിനിന്റെ സപ്പോർട്ടീവ് സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പറയുക? ന്യൂറോഗ്ലയ ഓർ ഗ്ലയൽ സെൽസ്. ഗ്ലയൽ സെൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 5 എണ്ണം നമ്മുടെ ഇതിലുണ്ട്. ആസ്ട്രോസൈറ്റ്സ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, മൈക്രോഗ്ലയ, എപ്പൻഡൈമൽ സെൽസ് ആൻഡ് റേഡിയൽ ഗ്ലയൽ സെൽ. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പഠിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു റിമോ എന്ന് പഠിക്കാം. റിമോ, CNS വരുന്ന ഗ്ലയൽ സെൽസ് റിമോ എന്ന് നിങ്ങൾ പഠിച്ചേ. ആസ്ട്രോസൈറ്റ്, ആർ എന്താ? റേഡിയൽ ഗ്ലയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലയൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? റിമോ, ആസ്ട്രോസൈറ്റ്, റേഡിയൽ ഗ്ലയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലയൽ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. നമുക്ക് ബാക്കിലോട്ട് പിന്നെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എന്തൊക്കെയുണ്ടെന്ന്. അടുത്ത് സാറ്റലൈറ്റ് സെൽസ്, എൻട്രിക് സെൽസ് ആൻഡ് ഷോൺ സെൽസ് ഈസ് എ PN. സെസ് എന്ന് പഠിച്ചേ, സെസ്. അതിനാണ് സാറ്റലൈറ്റ് സെൽസ് വരുന്നുണ്ട്, അതെന്ന് പറയുക എൻട്രിക് സെൽസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് എന്ത് പറയുക ഷോൺ സെൽസ് വരുന്നുണ്ട്. എന്താണ് നമുക്ക് അങ്ങോട്ട് പഠിക്കാം കേട്ടോ. ഇതാണ് നേരത്തെ പറഞ്ഞത്, വളരെ സിമ്പിൾ. റിമോ എന്താ പഠിച്ചേ? ആസ്ട്രോസൈറ്റ്സ്, ആർ റേഡിയൽ ഗ്ലയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലയൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്. അതുപോലെ PNS വന്നിട്ട് എന്താ പഠിച്ചേ? ഷോൺ സെൽസ്, സെസ് നമ്മൾ പഠിച്ചു. സാറ്റലൈറ്റ് സെൽ, എൻട്രിക് സെൽസ് ആൻഡ് ഷോൺ സെൽസ്. അടുത്ത് എന്താ നമ്മൾ പഠിച്ചേ? അടുത്ത് CNS ഗ്ലയൽ സെൽസിനെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ഇത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, എന്തൊക്കെയാണെന്ന് ഇതൊക്കെ കേട്ടോ. ആസ്ട്രോസൈറ്റ്സ്, നമ്മുടെ ഫസ്റ്റ് ആസ്ട്രോസൈറ്റിന് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ന്യൂമറസ് ന്യൂറോഗ്ലയൽ സെൽസ് ആണ്. ഏറ്റവും വലുത് ആസ്ട്രോസൈറ്റ്സ് ആണ്. ആദ്യം വരുന്നത് വലുതാന്ന് ഓർത്തിരുന്നാൽ മതി. അതിനെയാണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുക. അടുത്ത് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ന്യൂമർ, ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണ്, ഏറ്റവും വലുത് ആസ്ട്രോസൈറ്റ്. ഹെൽപ്പ് മേക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ന്യൂറോഗ്ലയൽ സെൽസിലെ ബ്ലഡ് ബ്രെയിൻ ബാരിയറായി പ്രവർത്തിക്കുന്ന ആരാണ്? അത് ആസ്ട്രോസൈറ്റ്സ് ആണ്.
ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർ ഷേപ്ഡ് ആയിട്ട് കാണുന്ന ഏതാണ്? അത് ആസ്ട്രോസൈറ്റ്. ആസ്ട്രോസൈറ്റ് ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, ഏറ്റവും വലുതാണ്, അടുത്ത് സ്റ്റാർ ഷേപ്ഡ് ആണ്, അതൊരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ് ആസ്ട്രോസൈറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമുക്ക് ആസ്ട്രോസൈറ്റ്സ്. ഓക്കെ, ഇതൊക്കെ നോക്കിക്കോ, ഇതാണ് ആസ്ട്രോസൈറ്റ്സ്. അടുത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഹാവ് എ ഫ്യൂ പ്രോസസ്, ചെറിയൊരു പ്രോസസ്സേ ഉള്ളൂ. ലൈൻ അപ്പ് അലോങ് ദ ന്യൂറോൺസ് ആൻഡ് wrap up themselves around axon. ആക്സോണിനെ എന്ത് ചെയ്യുന്നു? ലൈനപ്പ്, ന്യൂറോണുമായിട്ട് ലൈനപ്പ് ചെയ്തിട്ട് ഒരു ആക്സോണിനെ wrap-up ചെയ്തിരിക്കുക. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മൈലിൻ ഷീറ്റ് എറൗണ്ട് ദ CNS. മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കവറിങ് ഓഫ് ആക്സോണിന്റെ ഒരു കവറിങ്ങിനെയാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ എല്ലാം കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈലിൻ ഷീറ്റ്. ഈ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മൈലിൻ ഷീറ്റ് എറൗണ്ട് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അടുത്ത മൈക്രോഗ്ലയ. മൈക്രോഗ്ലിയ സെൽ ഫങ്ഷൻസ് ആസ് എ മാക്രോഫാജസ് വെൻ ദേ മൈഗ്രേറ്റ് ഡാമേജ്ഡ് CNS ടിഷ്യൂ. എന്താണ് ഈ മാക്രോഫാജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയാ? ഈ സെൽ ഈറ്റിനെയാണ് എന്താ പറയുക മാക്രോഫാജസ് എന്ന് പറഞ്ഞാൽ. ഡാമേജ് ആയിട്ട് ടിഷ്യൂവിനെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്താന്ന് പറഞ്ഞാൽ മാക്രോഫാജസ് എന്ന് പറഞ്ഞാൽ. ഈ സെൽ ഫങ്ഷൻ മൈക്രോഗ്ലയസ് മാക്രോഫാജസ് സെൽസ് അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ആക്ഷൻ നടക്കുന്ന സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മൈക്രോഗ്ലയൽ സെൽസ്. വെൻ ദേ മൈഗ്രേറ്റ് ടു ഡാമേജ്ഡ് CNS ടിഷ്യൂ. അപ്പോൾ ഈ ഇതെന്താ സംഭവിക്കുന്നത്? വെൻ ദേ മൈഗ്രേറ്റ് ടു ഡാമേജ്ഡ് CNS ടിഷ്യൂ, ഡാമേജ്ഡ് ആയിട്ടുള്ള CNS ടിഷ്യൂലോട്ട് എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, എപ്പൻഡൈമൽ സെൽസ്. ഓക്കെ, എപ്പൻഡൈമൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പൻഡൈമൽ സെൽസ് ഈ കാണുന്നതാണ് എപ്പൻഡൈമൽ സെൽസ്. എപ്പൻഡൈമൽ സെൽസിന് വേറൊരു പേരാണ് എപ്പൻഡൈമോസൈറ്റ്സ് എന്ന് പറയുന്നത്. ലൈനപ്പ് സ്പൈനൽ കോഡ് ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റം ഇൻ ദ ബ്രെയിൻ. ലൈനപ്പ് എന്ത് ചെയ്യുന്നു? എന്തിനെ ലൈനപ്പ് ചെയ്യുന്നു? സ്പൈനൽ കോഡിനെയും ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റം ഇൻ ദ ബ്രെയിൻ ഇൻവോൾവ് ദ ക്രിയേഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് ദ CS-ന്റെ ക്രിയേഷനും അല്ലെങ്കിൽ സെക്രീഷനും സഹായിക്കുന്നത് എപ്പൻഡൈം. അത് കറക്റ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ കാണുന്ന CSF-ന്റെ ക്രിയേഷനും സെക്രീഷനും സഹായിക്കുന്ന എന്താണ്? എപ്പൻഡൈമൽ സെൽസ് ആണ്. അടുത്ത് ബീറ്റ് ദ സീലിയ. ഈ സീലിയ എവിടെ കാണുന്നത്? സീലിയയുടെ ഫങ്ഷൻ എന്താ? അപ്പോൾ എന്തിന്റെ ഇതുകൊണ്ടാണ് നമ്മുടെ CSF സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കും കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ എഴുതണം ബീറ്റ് ദ സീലിയ ടു സർക്കുലേറ്റ് ദ CSF. ഓക്കെ, എപ്പൻഡൈമൽ സെൽസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത റേഡിയൽ ഗ്ലയൽ സെൽസ് അല്ലെ പ്രോജെനിറ്റൽ സെൽസ്. റേഡിയൽ ഗ്ലയൽ സെൽസിന്റെ വേറൊരു പേരാണ് എന്താ? പ്രോജെനിറ്റൽ സെൽസ്. ഇറ്റ് അറൈസ് ഫ്രം ന്യൂറോ എപ്പിത്തീലിയൽ സെൽസ് ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് ന്യൂറോജെൻസിസ്. എവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന? ന്യൂറോജെൻസിന് ശേഷം ന്യൂറോ എപ്പിത്തീലിയൽ സെൽസിലെന്നാണ് ഈ സാധനം വരുന്നത്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ ഡെവലപ്പിംഗ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഏതാ? റേഡിയൽ ഗ്ലയൽ സെൽസ്. ആസ് എ ലോങ് പ്രോസസ് ആണ് ഇവിടെ. റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡ്യൂസിങ് ഓൾ ഓഫ് ദ ന്യൂറോൺസ് ഇൻ ദ സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിൽ കാണുന്ന ഓൾ ന്യൂറോൺസിന്റെ പ്രൊഡ്യൂസിംഗിന് സഹായിക്കുന്ന റേഡിയൽ ഗ്ലയൽ സെൽസ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് ചോദിക്കണം കേട്ടോ. അടുത്ത് സാറ്റലൈറ്റ് സെൽസ്. ഇപ്പൊ നമുക്ക് PNS, നമ്മുടെ CNS-ന്റെ സെൽസ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. ആസ്ട്രോസൈറ്റ്സ്, അടുത്ത് എയർ റിമൂവ് എന്ന് പഠിച്ച റേഡിയൽ ഗ്ലയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലയ ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇപ്പൊ അതിന്റെ ഓരോ ആക്ഷൻ പഠിച്ചു, നമ്മളെല്ലാം കറക്റ്റാ പഠിച്ചു. നമ്മളടുത്ത് PNS-ലോട്ട് പോവുകയാണ് കേട്ടോ. PNS എന്ന് പറയുമ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു 3 എണ്ണേ വരുന്നുള്ളൂ. സെസ് എന്ന് ഞാൻ പഠിപ്പിച്ചത് സാറ്റലൈറ്റ് സെൽസ്, എൻട്രിക് സെൽസ് ആൻഡ് ഷോൺ സെൽസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് സാറ്റലൈറ്റ്, എൻട്രിക് എന്ന് ഞാൻ പറഞ്ഞു ഇന്റേണൽ ഓർഗൻസിൽ വരുന്നത്. റെസ്റ്റ് ആൻഡ് ഡയറക്ഷനിലാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നു. അപ്പൊ എൻട്രിക് സെൽസ് നമ്മൾ പഠിച്ചു. എൻട്രിക് എന്ന് ഓർത്തിരിക്കുക. എൻട്രിക്കും അടുത്ത ഷോൺ സെൽസ് എന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ഒരുമാതിരി കവർ ചെയ്യുന്ന ഒരുവാണ് ഷോൺ സെൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കവറിങ് ഓഫ് ഇതിൽ വരുന്ന ആക്സോണിനെ കവർ ചെയ്യുന്നതാണ് ഷോൺ സെൽസ്.
മറ്റേതാ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ ഷീത്ത്, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുമ്പോൾ അത് ഷോൺ സെൽസ് ആവും. സാറ്റലൈറ്റ് സെൽസ് ഇറ്റ് ഈസ് ദ എൻക്ലോസിംഗ് ദ സെൽസ് ബോഡീസ് ഓഫ് ദ സെൻസറി ന്യൂറോൺസ് ഇൻ ദ സ്പൈനൽ ഗാംഗ്ലിയ. ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് സെൽസ് ബോഡീസ് ഓഫ് ദ സെൻസറി ന്യൂറോൺസ് ഇൻ സ്പൈനൽ ഗാംഗ്ലിയ. ഷോൺ സെൽസ് ഫ്രം ദ മൈലിൻ ഷീത്ത് ഓൺ ദ ന്യൂറോൺ ഓഫ് PNSന്റെ മൈലിൻ ഷീത്ത് ആണെന്ന് ഷോൺ സെൽസ് ഓൾസോ ഹാവ് എ ഫാഗോസൈറ്റിക് ആക്ഷൻ ഇത് ഉണ്ടാകുന്നുണ്ട്. മറ്റേത് മൈക്രോ എൻട്രിക് ഗ്ലയൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഇൻ ദ ഇൻട്രിൻസിക് ഗാംഗ്ലിയ ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ PNSൽ വരുന്ന ഒരു 3 ഗ്ലയൽ സെൽസ് ഏതൊക്കെയാണ്? സാറ്റലൈറ്റ് സെൽസ്, എൻട്രിക് ഗ്ലയൽ സെൽസ് ആൻഡ് ഷോൺ സെൽസ്. അടുത്ത ന്യൂറോൺസ് ഓർ നെർവ് സെൽസ്. ന്യൂറോൺസ് ഈസ് എ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇത് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നാൽ മതി എന്താണ് ന്യൂറോൺസ് എന്ന്. ന്യൂറോൺസ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് സിസ്റ്റം ഓഫ് നെർവ് സിസ്റ്റം ലൈക്ക് മസിൽ ഫൈബേഴ്സ്. ന്യൂറോൺസ് ആൾസോ ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ന്യൂറോൺസിന് എന്തുള്ള കഴിവുണ്ട്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കേണ്ട കഴിവുണ്ട്. ഇമ്പൾസ് ടു റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഇത് എന്ത് ചെയ്ത് ഈ ഇമ്പൾസ് എന്ത് ചെയ്യാൻ ഒരു സ്റ്റിമുലൈ ആയിട്ട് റെസ്പോൺസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂറോൺസ് ഈസ് എ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് നെർവ് സിസ്റ്റം ആണ് ലൈക്ക് മസിൽ ഫൈബേഴ്സ്. ന്യൂറോൺസ് ആൾസോ ഹാവ് പ്രോപ്പർട്ടീസ് ടു പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇമ്പൾസ് ടു റെസ്പോൺസ് ടു സ്റ്റിമുലൈ, അത് ഒരു സ്റ്റിമുലൈ ആയിട്ട് റെസ്പോൺസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, റെസ്പോൺസ് ചെയ്യാൻ സഹായിക്കുന്നു സ്റ്റിമുലൈ ആയിട്ട്. Structure of neurons. Like any other cells in the body, neurons having almost all the organelles in the cytoplasm except two main difference. എല്ലാ ബോഡിയിലുള്ള എല്ലാ സെൽസിനെ പോലെ തന്നെ നമ്മുടെ ഏതാ ന്യൂറോൺസിനകത്തും കുറെ ഭാഗങ്ങളുണ്ട്. ഓക്കെ, അത് എക്സെപ്റ്റ് എന്താണ്? എക്സെപ്റ്റ് സൈറ്റോപ്ലാസം. ടു മെയിൻ ഡിഫറൻസ്: പ്രസൻസ് ഓഫ് പ്രോസസ്, absence of centrosome. Presence of process and absence of centrosome. Neuro have 3 main parts. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഒരു 3 പാർട്ടേ ഉള്ളൂ ബ്രെയിനിൽ. സെൽ ബോഡീസ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. സെൽ ബോഡീസ് സെൻട്രൽ. നമ്മൾ ന്യൂറോൺസിനെ കുറിച്ച് ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. ന്യൂറോൺസിന്റെ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, നമ്മുടെ മുള്ളു പോലെ മേളിലോട്ടിരിക്കുന്ന ഡെൻഡ്രൈറ്റ്സ്. ഈ വാല് പോലെ വരുന്നതിനാണ് എന്താണ് ആക്സോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നോക്കിയേ, നമ്മുടെ ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി, ഇത് ആക്സോൺ. ഇത് കുറേ കാലം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കറക്റ്റാ പറഞ്ഞത് എന്തൊക്കെയാണ് ഇതിന്റെ ന്യൂട്രിയൻ. ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് നമ്മുടെ ഓൾ ഇൻഫർമേഷനെയും നമ്മളെ റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്സ് ആണ്. കുറെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് ഡെൻഡ്രൈറ്റ്സ്, ഈ റിസീവിങ് ഇൻഫർമേഷൻ ഫ്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെൻഡ്രൈറ്റ്സ് ആണ്. സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തിനെയാണ്. അതുപോലെ ആക്സോൺ എന്ന് പറഞ്ഞാൽ റിസീവിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് നമ്മുടെ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആക്സോൺ ആണ് പാസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞാൽ 2 ആക്സോണിന്റെ ഇടയിൽ ഈ മൈലിൻ ഷീത്ത്, ഈ കവറില്ലാത്ത ഇവിടുത്തെ ഒരു ഭാഗത്തിനെ കണ്ടോ, ഇതിനെയാണ് എന്താ റോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞത്. നോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞാൽ 2 ആക്സോണിന്റെ ഇടയിൽ മൈലിൻ ഷീത്ത് കവർ ചെയ്യാത്തൊരു ഭാഗം വരും. അതിനെയാണ് നോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞത്. ഇതാണ് ഈ മൈലിൻ ഷീത്ത്. ഷോൺ സെൽസ്, ഈ കാണുന്ന ഷോൺ സെൽസ്. ആക്സോൺ ടെർമിനൽ, അത് എൻഡ് ഓഫ് ആക്സോണിനാണ് ആക്സോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ. ഇത് കറക്റ്റ് ആയിട്ട് ഇതിന് ഒരു ക്ലാസ്സിൽ പറയേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടാൽ മതി. ഇത് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ന്യൂറോണും എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാ പഠിച്ചേ? നെർവ് സിസ്റ്റം എന്തൊക്കെ, അതിൽ വരുന്ന സപ്പോർട്ടീവ് സെൽസിൽ എന്താ, CNSൽ എന്തൊക്കെയുണ്ട്, ആസ്ട്രോസൈറ്റ്സ്, അടുത്ത് എയറിമോ, ഓർത്ത് വെച്ചോ, എയറിമോ, ആസ്ട്രോസൈറ്റ്സ്, റേഡിയൽ ഗ്ലയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലയ ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. PNSൽ എന്തൊക്കെയുണ്ട്? SES, സാറ്റലൈറ്റ് സെൽസ്, എൻട്രിക് സെൽസ് ആൻഡ് എന്താ പറയുക, ഷോൺ സെൽസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂറോൺസിന്റെ പാർട്ട് 3 ഉണ്ട് മെയിൻ ആയിട്ട്.
എന്തുവാ ഡെൻഡ്രൈറ്റ്സ് ആണ് മെസേല ഇൻഫർമേഷൻ ചെയ്യുന്നത്. അടുത്ത ആക്സോൺ എന്ന് പറഞ്ഞാൽ അത് പാസ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത സൈറ്റോപ്ലാസം. ഓക്കെ, സോറി സൈറ്റോപ്ലാസം അല്ല, സെൽ ബോഡി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ഐ തിങ്ക് ഇറ്റ്സ് യൂസ്ഫുൾ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരുപാട് എക്സാം വരുന്നുണ്ട്. റെയിൽവേക്കൊക്കെ സൂപ്പർ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെ കൊണ്ട് പറഞ്ഞുതരാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.